ഓം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. നാരദീയ മഹാപുരാണം പൂർവഭാഗം 1-ാം പാദം 13-ാമത്തെ അധ്യായം ധർമാനുകഥനം. ധർമ്മരാജാവ് തുടർന്നു. ശിവനു വേണ്ടിയോ വിഷ്ണുവിനു വേണ്ടിയോ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുകയോ ഉണ്ടാക്കുകയോ ചെയ്താലുള്ള പുണ്യത്തെക്കുറിച്ച് പറയാം. മാതൃവംശത്തിലും പിതൃവംശത്തിലും 1,00,000 കോടി കുലത്തോടൊപ്പം 3 കൽപ്പം സ്വർഗത്തിൽ കഴിയാൻ ഇത് ഉപകരിക്കും. ഒരു രസത്തിനു വേണ്ടി ക്ഷേത്രം നിർമ്മിച്ചാലും പുണ്യം കിട്ടുന്നതായിരിക്കും. 2 കൽപ്പങ്ങൾ സ്വർഗത്തിൽ വസിച്ച് യോഗികളുടെ വംശത്തിൽ ജനിച്ച് വിഷ്ണുയോഗത്തിലൂടെ ശാശ്വതമായ മോക്ഷം നേടും. മരം കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇരട്ടിയാണ് ഫലം. ഇഷ്ടിക കൊണ്ടാണെങ്കിൽ 3 ഇരട്ടി, കല്ലുകൊണ്ടുണ്ടാക്കിയാൽ 4 ഇരട്ടി, സ്ഫടികശിലകൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 10 ഇരട്ടി ഗുണം കിട്ടും. ചെമ്പ് കൊണ്ടുണ്ടാക്കിയാൽ 100 ഇരട്ടി, സ്വർണം കൊണ്ടുണ്ടാക്കിയാൽ കോടി. ദേവാലയം, തടാകം, ഗ്രാമം എന്നിവ സംരക്ഷിക്കുന്നവർക്ക് അതുണ്ടാക്കിയ ആളേക്കാൾ 100 ഇരട്ടി പുണ്യമാണ് വിധിച്ചിട്ടുള്ളത്. ചായം തേച്ചും കഴുകിയും അലങ്കരിച്ചും ക്ഷേത്രം ഭംഗിയായി സൂക്ഷിക്കുന്നവന് കിട്ടുന്ന പുണ്യം അനന്തമാണ്. വേതനം വാങ്ങിയിട്ടും അല്ലാതെയും ഇത്തരം കാര്യങ്ങൾ ചെയ്താലും പുണ്യം കിട്ടുന്നതാണ്. കാസാരം പറയുമ്പോൾ ചെറു തടാകം നിർമ്മിച്ചാലും തടാക നിർമ്മാണത്തിൻ്റെ പകുതി ഫലം ലഭിക്കും. കൂപത്തിന് 1/4 ഭാഗം, വാപിക്ക് പൊയ്കയുടെ ഫലം. തോടുണ്ടാക്കിയാൽ കൂപത്തിനേക്കാൾ 100 മടങ്ങ് ഗുണമുണ്ട്. ധനികൻ കല്ലുകൊണ്ടുണ്ടാക്കുമ്പോൾ ദരിദ്രൻ മണ്ണുകൊണ്ടുണ്ടാക്കാം. ഇതിന് രണ്ടിനും ഒരേ ഫലം കിട്ടുമെന്നാണ് കമലോദ്ഭവൻ പറയുന്നത്. ആഢ്യൻ ഒരു നഗരം ദാനം ചെയ്യുമ്പോൾ ദരിദ്രൻ 1 മുഴം ഭൂമി കൊടുത്താലും മതി. ധനാഢ്യൻ തടാകമുണ്ടാക്കുമ്പോൾ ദരിദ്രൻ കൂപമെങ്കിലും ഉണ്ടാക്കണം. പല രീതിയിൽ ഉപകാരപ്പെടുന്ന ആശ്രമം നിർമ്മിക്കുന്ന ആൾ 3 കുലങ്ങളോടൊപ്പം ബ്രഹ്മലോകം പ്രാപിക്കും. തോട്ടമുണ്ടാക്കുന്നവരെയും അമ്പലമുണ്ടാക്കുന്നവരെയും തടാകവും ഗ്രാമവും ഉണ്ടാക്കുന്നവരെയും വിഷ്ണുവിനോടൊപ്പം പൂജിക്കേണ്ടതാണ്. ലോകോപകാരമായ ദേവതയ്ക്ക് വേണ്ടി ആരാമമുണ്ടാക്കുന്നതിൻ്റെ ഫലം പറയാം. ആ ആരാമത്തിൽ എത്ര ഇലയും പൂക്കളും ഉണ്ടാകുന്നുവോ അത്രയും കാലം സ്വർഗസുഖം അനുഭവിക്കാം. മതിലോ വേലിയോ കെട്ടി സൂക്ഷിക്കുന്നവർക്ക് 71 യുഗം ബ്രഹ്മാവിനൊപ്പം സ്ഥാനം ലഭിക്കും. ഇനി തുളസി നടുന്നതിൻ്റെ പ്രയോജനം പറയാം. മാതൃവംശത്തിനും പിതൃവംശത്തിനും 7 കോടി പരമ്പരകളോടൊപ്പം 100 കൽപ്പങ്ങൾ നാരായണ സാമീപ്യത്തിൽ വസിക്കാം എന്നതാണ് തുളസി നടുന്നതിൻ്റെ പ്രയോജനം. തുളസിയുടെ ചുവട്ടിലെ മണ്ണുകൊണ്ടോ ഗംഗയിലെ മണ്ണുകൊണ്ടോ ഊർധ്വപുണ്ഡ്രം അണിയുന്നവൻ അപ്സരസ്സുകളുടെ ഗാനം കേട്ട് വിമാനവാസിയായി നാരായണ സവിധത്തിൽ സന്തുഷ്ടനായി കഴിയും. തുളസിയിൽ നിന്ന് എത്ര ഇല വീഴുന്നുവോ അത്രയും പാപങ്ങളിൽ നിന്നും മോചനം കിട്ടും. കയ്യിലെടുക്കാവുന്ന ജലം കൊണ്ട് തുളസി നനച്ചാൽ ആചന്ദ്രതാരകം വിഷ്ണുവിനോടൊപ്പം വസിക്കാം. നല്ല തുളസിയില ബ്രാഹ്മണന് കൊടുത്താൽ 3 കുലങ്ങളോടൊപ്പം ബ്രഹ്മസദനത്തിൽ പാർക്കാം. സാളഗ്രാമത്തിൽ തുളസിയില ചാർത്തിയാൽ പ്രളയാവസാനം വരെ വിഷ്ണുഭവനത്തിൽ വസിക്കാം. തുളസീദളം കൊണ്ട് വിഷ്ണുപാദങ്ങളിൽ അർപ്പിച്ചാൽ അവർക്ക് പുനർജനി ഉണ്ടാകുകയില്ല. ദ്വാദശിയിലും പൗർണമിയിലും പാലുകൊണ്ട് കേശവനെ അഭിഷേകം ചെയ്താൽ 10,000 വർഷം വിഷ്ണുപദത്തിൽ വസിക്കാം. 1 പ്രസ്ഥം പാലുകൊണ്ട് കേശവനെ അഭിഷേകം ചെയ്താൽ, ദ്വാദശിയിൽ 1 പ്രസ്ഥം നെയ്യുകൊണ്ട് അഭിഷേകം ചെയ്താൽ, ഏകാദശിയിൽ പഞ്ചാമൃതം കൊണ്ട് പൂജിച്ചാൽ, ഏകാദശിയിലും പൗർണമിയിലും ദ്വാദശിയിലും കരിക്കിൻ വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്താൽ വംശപരമ്പരകൾക്കൊപ്പം വിഷ്ണുലോകം നേടാം. കരിമ്പന്നീരുകൊണ്ടോ പൂവിട്ട വെള്ളം കൊണ്ടോ സുഗന്ധപൂരിതമായ ജലം കൊണ്ടോ സൂര്യസംക്രമണ സമയത്ത് പാലുകൊണ്ടോ അഭിഷേകം ചെയ്താലും വിഷ്ണുലോകം കിട്ടും. ശുക്ലപക്ഷത്തിൽ ചതുർദശി, അഷ്ടമി, വെളുത്തവാവ്, ഏകാദശി, ഞായറാഴ്ച, ദ്വാദശി, പഞ്ചമി, സൂര്യചന്ദ്രന്മാരുടെ ഗ്രഹണസമയം, മന്വാദി യുഗാരംഭം, സൂര്യൻ പകുതി ഉദിച്ചു നിൽക്കുമ്പോൾ, രോഹിണി ബുധനുമായി ചേർന്ന് നിൽക്കുമ്പോൾ, ശനി രോഹിണിയുമായി ചേരുമ്പോൾ, ചൊവ്വ അശ്വതിയുമായി ചേർന്നിരിക്കുമ്പോൾ, ശനി വെള്ളി തിങ്കൾ ശുക്രൻ രേവതിയുമായി സംഗമിക്കുമ്പോൾ, ബുധൻ അനിഴത്തിൽ വരുമ്പോൾ, സൂര്യചന്ദ്രന്മാർ ശ്രാവണത്തിലായിരിക്കുമ്പോൾ, വ്യാഴം അത്തം നക്ഷത്രത്തിൽ വരുമ്പോൾ, ബുധൻ അഷ്ടമിയിലും ആഷാഢത്തിലും വരുമ്പോൾ, ഇതുപോലെ മറ്റ് പുണ്യദിനങ്ങളിലും മൗനവ്രതമനുഷ്ഠിച്ച് പാല്, നെയ്യ്, തേൻ, തൈര് എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് വിഷ്ണുവിനെ അഭിഷേകം ചെയ്യണം. സർവ്വപാപങ്ങളും തീർന്ന് വിഷ്ണുലോകത്തെത്തി 21 പേരോടുകൂടി യോഗജ്ഞാനം നേടി പുനർജനിയില്ലാത്ത മോക്ഷം നേടാം. കർത്തപക്ഷത്തിലെ ചതുർദശിയിലും തിങ്കളാഴ്ചയിലും പാലുകൊണ്ട് ശിവനെ അഭിഷേകം ചെയ്താൽ
ശിവസായുജ്യം നേടാം. അഷ്ടമിയിലോ തിങ്കളാഴ്ചയോ കരിക്കൻ വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്താലും ഫലം ഇതുതന്നെ. ശുക്ലപക്ഷത്തിലെ ചതുർദശിയിലോ അഷ്ടമിയിലോ നെയ്യ്, തേൻ എന്നിവ കൊണ്ട് ശിവന് അഭിഷേകം ചെയ്യണം. വെള്ളെണ്ണ കൊണ്ട് ശിവനെയും വിഷ്ണുവിനെയും അഭിഷേകം ചെയ്യുന്നതും നല്ലതാണ്. കരിമ്പന്നീര് കൊണ്ട് അഭിഷേകം ചെയ്താൽ കൽപ്പം മുഴുവൻ ശിവസാന്നിധ്യം കിട്ടും. ഉത്ഥാന ദ്വാദശിയിൽ നെയ്യുകൊണ്ടോ പാലുകൊണ്ടോ ശിവലിംഗത്തെ അഭിഷേകം ചെയ്താൽ 10,000 ജന്മങ്ങൾ ചെയ്ത പാപമെല്ലാം ശമിച്ച് ശിവസായുജ്യം നേടാം. വിഷ്ണു തിഥി, അതായത് ഏകാദശിയിൽ വിഷ്ണുവിനെ സുഗന്ധപുഷ്പങ്ങളെ കൊണ്ട് പൂജിച്ചാലും ഇതുതന്നെയാണ് ഫലം. താമരപ്പൂക്കൾ കൊണ്ട് ശിവനെയും വിഷ്ണുവിനെയും പൂജിക്കണം. ഹരിക്ക് രാത്രി ചെമ്പകപ്പൂക്കളും ശിവന് ദത്തുരവും, ദത്തുരം പറയുമ്പോൾ ഉമ്മത്ത്, പ്രിയമാണ്. നെയ്യും ഗുഗ്ഗുലവും ചേർത്ത ധൂമം രണ്ടുപേരും ഇഷ്ടപ്പെടുന്നു. എള്ളെണ്ണ കൊണ്ട് വിളക്ക് കത്തിക്കുന്നതും നല്ലതാണ്. അതിനേക്കാൾ നല്ലതാണ് നെയ്വിളക്ക്. അതാത് ദേശങ്ങളിൽ കിട്ടുന്ന എണ്ണ കൊണ്ടും ദീപം തെളിക്കാവുന്നതാണ്. ശിവനും വിഷ്ണുവിനും ഇഷ്ടപ്പെടുന്ന ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് നൈവേദ്യവും ചെയ്യണം. ബ്രാഹ്മണനും ഇതുപോലെ കൊടുക്കണം. ഭക്ഷണവും വെള്ളവും കൊടുക്കുന്നത് പോലെ ശ്രേഷ്ഠമായ ദാനം വേറെയില്ല. അന്നം കൊടുക്കുന്നവൻ പ്രാണനാണ് കൊടുക്കുന്നത്. പ്രാണൻ കൊടുത്താൽ എല്ലാമായി. എത്രയും വേഗം സന്തോഷമുണ്ടാക്കുമെന്നതുകൊണ്ടാണ് വെള്ളത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ദാനമായി കണക്കാക്കുന്നത്. ശരീരമുണ്ടാകുന്നത് അന്നത്തിൽ നിന്നാണ്. പ്രാണനും അന്നത്തിൽ നിന്നുണ്ടാകുന്നു. അതിനാൽ അന്നദാനം പ്രാണദാനമാകുന്നു. അന്നദാനം നടത്തിയ ആളുടെ വംശത്തിൽ പിറന്നവർക്ക് നരകം കാണേണ്ടി വരില്ല. അതിഥിയുടെ കാല് കഴിക്കുന്നവനും ഗംഗാസ്നാനത്തിൻ്റെ ഫലം ലഭിക്കും. ബ്രാഹ്മണന് എണ്ണ തേച്ചുകൂടി, രോഗിയായവൻ്റെ സംരക്ഷണം, കിടക്കാൻ ഇടം കൊടുക്കൽ, കറവപ്പശുവിനെ ദാനം ചെയ്യൽ എല്ലാം പുണ്യം നൽകുന്നവയാണ്. പേടിയിൽ നിന്നും സംരക്ഷണം കൊടുക്കൽ, പ്രാണരക്ഷണം, വസ്ത്രദാനം, കന്യാദാനം, സ്വർണദാനം എല്ലാം ബ്രഹ്മലോകം നൽകും. കാർത്തിക, പൗർണമി, ആഷാഢം എന്നീ മാസങ്ങൾ ശിവതുഷ്ടിക്കായി കാളയെ ദാനം ചെയ്യാൻ നല്ലതാണ്. ശിവലിംഗം ചാർത്തിയാണ് കൊടുക്കുന്നത് എങ്കിൽ കൂടുതൽ നല്ലത്. താമ്പൂലം, പാല്, നെയ്യ്, തേൻ, തൈര്, സുഗന്ധദ്രവ്യങ്ങൾ, ശർക്കര, കരിമ്പിൻനീര്, ജലകുംഭം, വിദ്യ, ഭൂമി, ഗോവ് എന്നിവയെല്ലാം ദാനം ചെയ്യാം. എന്നാൽ ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളത് വിദ്യാദാനമാണ്. വിറക്, താളഗ്രാമം, ശിവലിംഗം എന്നിവയും ദാനം ചെയ്യാം. താളഗ്രാമം വിഷ്ണു തന്നെയാണ് എന്നാണ് വിശ്വസിച്ച് വരുന്നത്. മാണിക്യം, വജ്രം, പവിഴം, മുത്ത്, വൈഡൂര്യം, പുഷ്പരാഗം, അശ്വം, ഗജം, മഹിഷി പറയുമ്പോൾ എരുമ എന്നിവയെയും ദാനം ചെയ്യാവുന്നതാണ്. പശുവിന് പുല്ല് കൊടുക്കുന്നതിൽ പോലും പുണ്യമുണ്ട്. ഉപ്പ് ദാനം ചെയ്യുന്നവർക്ക് വരുണലോകം കിട്ടും. അനാദരമായ ബ്രാഹ്മണ ശവം ദഹിപ്പിച്ചാലും മോക്ഷം കിട്ടും. പൂജയോടുകൂടി ലിംഗാരാധന ചെയ്താൽ അപ്സരസ്സുകളുടെ കൂടെ യാത്രയാകാം. കയ്യിൽ വെള്ളമെടുത്ത് അർപ്പിച്ചാലും പുണ്യം കിട്ടും. അമ്പലത്തിൽ അടിച്ചുവാരുന്നത് പോലും നല്ലതാണ്. അമ്പലത്തിൽ വിളക്ക് തെളിയിക്കുന്നതിൻ്റെ മഹത്വം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പൂജ നടക്കുമ്പോൾ ശിവനെയും വിഷ്ണുവിനെയും വണങ്ങുന്നവൻ സ്വർഗത്തിലെത്തും. ദേവിക്ക് 1 പ്രദക്ഷിണവും, സൂര്യന് 7, വിനായകന് 3, വിഷ്ണു ക്ഷേത്രത്തിന് 4 പ്രദക്ഷിണം വെച്ചാൽ ലക്ഷം യുഗങ്ങൾ സുഖമായി ഇരിക്കാം. അമ്പലത്തിൽ നൃത്തം വയ്ക്കുന്നതും പാടുന്നതും നല്ലതാണ്. വാദ്യഘോഷം പുറപ്പെടുവിക്കുന്നതും താളം പിടിക്കുന്നതും മണി മുഴക്കുന്നതും ശംഖു വിളിക്കുന്നതും ചേങ്ങല ശബ്ദിപ്പിക്കുന്നതും നല്ല ഗുണം കിട്ടും. എല്ലാം കാണുന്ന വിഷ്ണു എല്ലാ ഗുണങ്ങളും നൽകുന്നു. എല്ലാ ദുഃഖങ്ങളും അകറ്റുന്നു. ധർമ്മം, ഫലം, കർമ്മം, ഭോക്താവ്, കാര്യം, കാരണം എല്ലാം വിഷ്ണു തന്നെ. നമ്മിൽ നിന്നും ഭിന്നനായിട്ട് വിഷ്ണുവില്ല. ഇതോടുകൂടി 13ാമത്തെ അധ്യായം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.